നിങ്ങൾക്ക് അറിയാത്തൊരു റൊമാൻറ്റിക് സൈഡ് ഉണ്ട് വിഷ്ണുവിന്. നമ്മുടെ യൂട്യൂബ് ഫാമിലിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റ് വരാൻ ഭദ്രമായി എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവുമല്ലോ. യൂട്യൂബിൽ ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്ത് ലോങ് വീഡിയോസ് ആണ്. നമ്മുടെ ലോങ് വീഡിയോസിന് എക്സ്ക്ലൂസീവ് ആയിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളത് മുഴുവൻ ഞാൻ അങ്ങനെ വാങ്ങി സ്പെഷ്യലായി കല്യാണത്തിന് ഞാൻ ഇട്ടിരുന്ന മൂക്കുത്തിയാണ്. ഇതിൽ നമ്മൾ കംപ്ലീറ്റ് സിൽവർ ആണ് വെച്ചിട്ടുള്ളത്. പക്ഷെ ഇപ്പോഴും അത് അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട്, മിടുക്കനായി. നമുക്ക് എവിടെയെങ്കിലും പോകണം എന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്കിത് പാക്ക് ചെയ്ത് കൊണ്ടുപോകാം. കഷ്ടി മുഷ്ടി ഫിറ്റാന്നേ ഉള്ളൂ കേട്ടോ, അത്ര കറക്റ്റ് ഫിറ്റ് ഒന്നും അല്ല. മുല്ലപ്പൂ, മുടി കെട്ടുന്ന കുറച്ച് സംഗതികൾ, ഹെയർ ആക്സസറീസ് അങ്ങനത്തെ അവിടെ വെച്ചിട്ട് പഠിച്ച് പറഞ്ഞിട്ട് എടുത്താൽ മതി. ആലോചിച്ചിട്ട് വരും. വൈകുന്നേരം പോയി പറഞ്ഞാൽ മതി, 4 മണി. ഇങ്ങനെ നമുക്ക് മാലയൊക്കെ കറക്റ്റ് ആയിട്ട് ഇട്ട് വെക്കാൻ പറ്റുന്ന ഓർമ്മയില്ല. ഞാനാരെ കുന്തൻ പോക്കോ അങ്ങനെ എന്തോന്ന് പറയില്ലേ, എന്റെ എൻഗേജ്മെന്റിന്റെ മാല, അതോടുകൂടെ ഈ ഒരു ഭാഗവും ചെയ്തു കഴിഞ്ഞു. ഇതെന്താന്ന് അറിയാതെ വിങ്ങി ഉരുകി താൻ ഇങ്ങനെ ജീവിക്കും. ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കണം. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവിടെ വൃത്തികെട്ട ഒരു വെതറാണ്. വൃത്തികേടെന്ന് പറഞ്ഞാലും പോരാ, വൃത്തികേടിന്റെ അങ്ങേയറ്റം. ഇന്ന് മഴ, നാളെ മഞ്ഞ്, മറ്റന്നാൾ വെയിൽ, അടുത്ത ദിവസം തണുപ്പ്, പിന്നെ ചൂട്, അത് കഴിയുമ്പോഴേക്ക് പിന്നെയും മഞ്ഞ്. അങ്ങനത്തെ ഒരു വൃത്തികെട്ട കാലാവസ്ഥ. അതുകൊണ്ട് ആകമൊത്തം മനസ്സിനൊക്കെ ഒരു വൈക്ലബ്യായിട്ടിരിക്കുകയാണ്. ഈ ജാനുവരി ഫെബ്രുവരി മാസം ഉണ്ടല്ലോ, എനിക്ക് ഇഷ്ടമല്ലാത്ത 2 മാസമാണ്. അത് ഒട്ടും നീങ്ങില്ല, അവിടെ സ്തംഭിച്ചങ്ങോട്ട് നിൽക്കും. നമ്മൾ ജാനുവരിയിൽ ഒരു 8-ാം തീയതി എന്നൊക്കെ വിചാരിക്കുമ്പോൾ 2-ാം തീയതി ആയിട്ടേ ഉണ്ടാവുള്ളൂ, 10-ാം തീയതി എന്ന് വിചാരിക്കുമ്പോൾ 3-ാം തീയതി ആയിട്ടേ ഉണ്ടാവുള്ളൂ, 20-ാം തീയതി എന്ന് വിചാരിക്കുമ്പോൾ 10-ാം തീയതി ആയിട്ടേ ഉണ്ടാവുള്ളൂ. അങ്ങനെ അനങ്ങനെ ചെയ്യാതൊരു മാസം നിന്നോടത്തോടെ നിൽക്കും. അതെങ്ങനെയെങ്കിലും ഉന്തി തള്ളി നമ്മളൊന്ന് ഫെബിലെത്തിയെന്ന് വിചാരിക്കുമ്പോൾ അതിനേക്കാൾ ഇണക്കം കുറവാണ്. ഈ 2 മാസമാണല്ലോ ഭയങ്കര തണുപ്പുള്ള 2 മാസം. അപ്പോൾ ആകമൊത്തം അതിൻ്റെ ഒരു സ്തംഭനവും വൈക്ലബ്യൊക്കെ ആയിട്ട് ഒരു സുഖമില്ല. ഞാൻ വിചാരിച്ചു ഈ കുട്ടിയും പ്രാരാബ്ദമൊക്കെ ആയി കഴിഞ്ഞാൽ വിന്ററിൽ വലിയ ബുദ്ധിമുട്ട് അറിയില്ല എന്ന് അമ്മ എന്നോട് ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു. അപ്പൊ ഈ വിന്ററിൽ കുട്ടിയിലോട്ട് ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ വിന്ററിന്റെ അത്ര വലിയ ബുദ്ധിമുട്ട് അറിയണ്ടാവില്ല എന്ന്. പക്ഷെ നല്ല ബുദ്ധിമുട്ട് അറിയേണ്ട ഒരു സുഖമില്ല. ഇങ്ങനെ ഒരുമാതിരി ഒരു ചടച്ച അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുക എന്നല്ലാതെ. കഴിഞ്ഞ വീഡിയോയില് ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, മുന്നത്തെ പോലെ പുറത്തു പോയിട്ട് കുറച്ച് ഷോപ്പ് ചെയ്യണതും ദീപ ചേച്ചിനെയും വിഷ്ണുവിനെയൊക്കെ ആയിട്ട് ഷോപ്പ് ചെയ്യുന്ന വീഡിയോയും അങ്ങനത്തെ കുറച്ച് പുറത്തു പോയിട്ടുള്ള വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം അധികം വീടിൻ്റെ അകത്തിരുന്നിട്ടുള്ള വീഡിയോസ് ആണെന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ പുറത്തു കൊണ്ടുവരും. അല്ലെങ്കിൽ നമ്മൾ നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ വീഡിയോ എടുക്കുകയാണല്ലോ ചെയ്യാറ്. ഇപ്പം ഞാനങ്ങനെ പുറത്തു പോകുന്നത് വളരെ കുറവാണ്. കുട്ടിയും പ്രാരബ്ദം ഒക്കെ ആയത് കാരണം അല്ല, സത്യം പറഞ്ഞാൽ ഈ തണുപ്പ് കാരണം നമുക്ക് പുറത്തിറങ്ങാൻ തോന്നുകയില്ല. ജാക്കറ്റും സോക്സും ഷൂസും ടൈറ്റ്സും സ്വെറ്ററും, ഇനി അതിൻ്റെ മുകളിലൊരു കോട്ടും, അത് കഴിഞ്ഞൊരു കോട്ടും തൊപ്പിയും കൂടെ വെച്ച് ഇറങ്ങുമ്പോഴേക്ക് അതിലും വേദം വീട്ടിലിരിക്കാൻ തോന്നും. അതുകൊണ്ട് കഴിഞ്ഞ 2 മാസമായി ഞാൻ ഏകദേശം അങ്ങനെ ഒരു മനസ്സറിഞ്ഞൊക്കെ ഒരു ഷോപ്പിങ്ങിന് പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങി എവിടെ നിന്ന് ഇവിടെ നിന്ന് എടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അത് എടുക്കാൻ വേണ്ടി പോകും. അതല്ലാതെ അങ്ങനെ ഒരു ഷോപ്പിങ്ങിന് പോയിട്ടൊക്കെ ഇപ്പോൾ കുറേ ഈ തണുപ്പ് കാരണം. പിന്നെ ഒരു ആശ്വാസം ഉള്ളത്, നമ്മളിപ്പോൾ ഫെബ്രുവരി ഏകദേശം പകുതിയിൽ എത്തിയിട്ടുണ്ട്. ഒരു 2 ആഴ്ചയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർച്ച് എത്തുമല്ലോ. അപ്പോൾ ഇങ്ങനെ സ്പ്രിങ്ങിൻ്റെ ഒക്കെ വരവാകും. കുറച്ചും കൂടെ പച്ചപ്പും ഹരിതാപൊക്കെ അവിടെയും കാണാൻ വേണ്ടി തുടങ്ങും. ഈ ഉണങ്ങിയ മരക്കൊമ്പൊക്കെ കണ്ട് എനിക്ക് മടുത്തു. ഞാൻ കാണിച്ചിട്ടാട്ടെ, ഇവിടെ നേരെ നോക്കുമ്പോൾ നമ്മുടെ ഗാർഡനിൽ 2 ചില്ലകളിൽ കുറേ മരങ്ങളൊക്കെ ഇലകളൊക്കെ ഉള്ളൊരു മരമൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഒന്നുമില്ല, പെല്ലുന്നൂലൊക്കെ ആയിട്ടാണ്. അപ്പം ഇങ്ങനെ ഒരു മ്ലാനത കാണുമ്പോൾ നമ്മുടെ മനസ്സ് അങ്ങോട്ട് മ്ലാനിക്കുമല്ലോ. അപ്പം അങ്ങനത്തെ ഒരു സുഖമില്ലാത്ത അവസ്ഥയിൽ കൂടെയാണ് ഇങ്ങനെ വെതർ കാരണം പോകുന്നത്. അപ്പോൾ അതവിടെ മാറി നിൽക്കട്ടെ. ഇങ്ങനത്തെ വെതറിനെ കുറിച്ച് പറയാനൊക്കെയാണെന്നുണ്ടെങ്കിൽ കുറേ പറയാനുണ്ടായിരിക്കും. തൽക്കാലം ഇവിടെ നിൽക്കട്ടെ. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവരും സുഖമായിട്ടും അടിപൊളിയായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. എനിക്ക് വെതർ മാറ്റി നിർത്തി കഴിഞ്ഞാൽ വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇന്ന് ഞാൻ ചെറിയൊരു മീ ടൈം എടുത്തിരിക്കുകയാണ് കേട്ടോ. മീ ടൈം ഞാൻ ഇതിൻ്റെ അകത്ത് സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ചു. അയ്യോ, ഒരു കാര്യം പറയാൻ മറന്നു. അപ്പം ഇനി സമയം വേണ്ട, വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്താണ് നമ്മൾ ഇന്നത്തെ 2-3 മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്നത് കേട്ടോ. എൻ്റെ ഒരു മീ ടൈം ഈ കാണുന്ന 3 ഡ്രോവേഴ്സിനകത്ത് സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ചു. ഇതിൻ്റെ താഴെ എൻ്റെ കുറച്ച് ജ്വല്ലറീസും കാര്യങ്ങളും ഒക്കെയാണ് എടുത്തു വെക്കാറ്. അപ്പം അതെല്ലാ കൊല്ലവും കുറച്ചിങ്ങനെ തുടച്ച് മിനുക്കി ഒതുക്കി പാക്കേജിങ് മാറ്റി വൃത്തിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി വെക്കുക എന്നുള്ളത് ഞാൻ ചെയ്യാറുള്ളൊരു കാര്യമാണ്. ഇത്തവണ അത്ര ഇങ്ങോട്ട് ചെയ്യാൻ വേണ്ടി സമയം കിട്ടിയായിരുന്നില്ല. ഇന്ന് അതിന് വേണ്ടി ഒരു 2-3 മണിക്കൂർ നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ റീഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും ചെറിയ മാറ്റങ്ങൾ ഓരോരോ സ്ഥലത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. ഇപ്പം ഇന്നിരിക്കുന്ന ഈ സാധനം ഇവിടെ നിർത്തി ഇങ്ങോട്ട് വെക്കുക, ഇവിടെ ഇരിക്കുന്നിടത്ത് അങ്ങോട്ട് വെക്കുക, അപ്പം അതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുക. അപ്പോൾ ഒരു പുതുമ നിലനിൽക്കുമല്ലോ. അപ്പോൾ അതിനുവേണ്ടി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്കിഷ്ടമാണ്. അപ്പോൾ ഇന്ന് നമുക്ക് എൻ്റെ ജ്വല്ലറി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം. നാട്ടിൽ പോയി വരുന്ന സമയത്ത് ഞാൻ കുറച്ച്
ജ്വല്ലറീസ് ഒക്കെ ഭംഗിയിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന കുറച്ച് ഓർഗനൈസേഴ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എവിടുന്നാണെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാം. നമുക്ക് ജുംക്കൊക്കെ നല്ല ഭംഗിയിൽ ഇട്ട് വെക്കാൻ പറ്റുന്ന, അധികം റേറ്റ് ഒന്നും ഇല്ല കേട്ടോ, 300-400 രൂപയ്ക്ക് നല്ല നല്ല ഭംഗിയുള്ള ഓർഗനൈസേഴ്സ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ കുറച്ച് സംഗതികളൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമുക്ക് വർത്താനം പറഞ്ഞ് ഈ ഒരു വീഡിയോ അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. പക്ഷെ അതിന്റെ ഒരു കാര്യം കൂടെ പറയട്ടെ കേട്ടോ. ഞാൻ മാർച്ചില് നാട്ടിലോട്ട് വരും എന്നാണല്ലോ ഇങ്ങോട്ട് വരുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മാർച്ച് എനിക്ക് നാട്ടിലോട്ട് വരേണ്ട വളരെ വേണ്ടപ്പെട്ട ഒരു കാര്യമുണ്ട്. പക്ഷെ ഇപ്പൊ അതൊരു ചെറിയ കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്, വരുമോ വരില്ലേ എന്നുള്ളത്. അതെന്താന്നുള്ളത് ഞാൻ വരുന്ന വീഡിയോസിൽ പറയാം കേട്ടോ. അതൊക്കെ ഒന്ന് തീരുമാനമാവട്ടെ, എന്നിട്ട് ഞാൻ പറയാം. അപ്പൊ ഇത്തവണ നാട്ടിലോട്ട് വരുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു, അധിക തവണ ഈ നാട്ടിലോട്ട് വരുമ്പോൾ നമ്മുടെ യൂട്യൂബ് ഫാമിലിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റ്, ഒരു 5 പേർക്ക് അല്ലെങ്കിൽ ഒരു 3-4 പേർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റ് ഞാൻ കൊണ്ടുവരാറുണ്ട് ഇവിടുന്ന് വരുമ്പോൾ, എൻ്റെ ഒരു സ്നേഹോപകാരം എന്നുള്ള രീതിയിൽ. അപ്പൊ ഇത്തവണ ഞാൻ അത് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കല്യാണിയുടെ ചാനലിൽ കണ്ടിട്ടുണ്ടായിരുന്നു കല്യാണി ഗിഫ്റ്റ് ഹാമ്പേഴ്സ് കൊടുക്കുന്നത്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കണ്ടു കഴിഞ്ഞപ്പോൾ. ഇത്തവണ വരുമ്പോൾ ഞാനും വിചാരിച്ചായിരുന്നു ഒന്ന് ചെയ്യണം. ഒരു 2 വലിയ ബോക്സ്, എനിക്കിഷ്ടമുള്ള കുറേ കാര്യങ്ങൾ ഫില്ല് ചെയ്തിട്ട്, ഒരു ബോക്സ് നമ്മുടെ ഇൻസ്റ്റഗ്രാം ഫാമിലിക്കും ഒരു ബോക്സ് നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലും. എനിക്കറിയാം 2 മില്യൺ സബ്സ്ക്രൈബേഴ്സുള്ള ഒരു ചാനലിൽ ഒരാളെ സെലക്ട് ചെയ്തെടുക്കുക എന്ന് പറയുമ്പോൾ അത്ര ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല എന്ന്. പക്ഷെ എനിക്ക് ഇവിടെ നിന്ന് സാധനം കൊണ്ടുവരുമ്പോൾ എൻ്റെ ലഗേജിൻ്റെ റെസ്ട്രിക്ഷനും കാര്യങ്ങളും എല്ലാം കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ 2 ബോക്സിൽ നിർത്താമെന്ന് വിചാരിച്ചത്. അതിനുവേണ്ടി ഷോപ്പിങ്ങിന് പോകാനൊക്കെ ഇരിക്കുകയായിരുന്നു നാളെ. അപ്പോഴാണ് ഇങ്ങനത്തെ ഒരു കൺഫ്യൂഷനൊക്കെ വന്നിട്ടാണ് നാട്ടിലോട്ട് വരാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതൊക്കെ. അപ്പം തൽക്കാലം ഞാൻ വിചാരിച്ചു, ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് കൊറിയർ ചെയ്യാനുള്ള വലിയ ഐഡിയ ഒന്നുമില്ല. അവിടുന്ന് ഇങ്ങോട്ട് ഇഷ്ടംപോലെ തവണ കൊറിയർ ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്തായാലും വിചാരിച്ചല്ലേ എന്തെങ്കിലുമൊക്കെ ഒരു കുറച്ച് ഗിഫ്റ്റ് നമ്മുടെ യൂട്യൂബ് ഫാമിലിക്ക് കൊടുക്കണമെന്ന്. പിന്നെ വിചാരിച്ചു, നമ്മളെ യൂട്യൂബിൽ ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്ത് ലോങ് വീഡിയോസ് ആണ്. നമ്മുടെ ലോങ് വീഡിയോസ് റെഗുലറായിട്ട് കാണുന്ന, കുറേ കാലമായിട്ട് കാണുന്ന, വളരെ സ്നേഹമുള്ള ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ലോങ് വീഡിയോസിന് എക്സ്ക്ലൂസീവായിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളത്, ഗിഫ്റ്റ് എന്നൊക്കെ പറയണോ അതോ ഗിഫ്റ്റ് തന്നെ വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് തുടർന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ പറയാം. ഒരു 3 നല്ല ഹാഫ് സാരി സെറ്റും അതിനോട് മാച്ചിങ് ആയിട്ടുള്ള കുറച്ച് ജ്വല്ലറീസുമാണ് ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ തുടർന്നുള്ള ഈ വീഡിയോയിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോവാം. അപ്പോൾ നമുക്ക് മെല്ലെ ഈ ഒരു ഭാഗം തുറന്ന് നമ്മുടെ പണി തുടങ്ങാം. ഈ ഒരു 3 ഡ്രോവേഴ്സിൻ്റെ മുകളിൽ ഈ ഭാഗത്തായിട്ടാണ് എൻ്റെ വിൻ്റർ വെയർസ് എല്ലാം ഹാങ് ചെയ്തിട്ടുള്ളത്. സ്വെറ്റ് ഷർട്ട്, ചെറിയ കട്ടിയുള്ള ജാക്കറ്റ്സ്, അങ്ങനത്തെ സംഗതികളൊക്കെ. അത് നമുക്ക് ഇവിടെ നിന്നൊന്ന് മാറ്റി വയ്ക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പണി തുടങ്ങി വരുമ്പോഴൊക്കെ ഒരു തട്ടലും തടയലും ഒക്കെ ആയിരിക്കും. ഇതാണ് നമുക്കിന്ന് വൃത്തിയാക്കേണ്ട ഭാഗം കേട്ടോ. വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, അത്യാവശ്യം വൃത്തിയിലൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ കുറച്ച് കമ്മലും കാര്യങ്ങളൊക്കെയാണ്. താഴെയാണ് എൻ്റെ മാല, പിന്നെ കുറച്ച് ഹെയർ ആക്സസറീസ്, അങ്ങനത്തെ സംഗതികളൊക്കെ താഴെ ഇരിക്കുന്നത്. പിന്നെ ഇതൊക്കെ അവിടെ നാട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്ന ജ്വല്ലറീസ് ആണ്. ആ കാണുന്നതൊക്കെ ഇതിൻ്റെ ഓർഗനൈസേഴ്സ് ആണ്. അപ്പം ഇതും ഓർഗനൈസേഴ്സ് ആട്ടോ ഈ എൻഡിൽ കാണുന്നത്. അപ്പം ഇതെല്ലാം നമുക്കൊന്ന് വൃത്തിയാക്കാം. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്തൊക്കെയാണ്. ഇതിലുണ്ടല്ലോ മുഴുവൻ ഞാൻ അങ്ങനെ വാങ്ങി സ്പെഷ്യലായി അങ്ങനത്തെ ജ്വല്ലറീസ് മാത്രമല്ല കേട്ടോ, പല കാറ്റഗറീസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. അതായത് എനിക്ക് കുറച്ച് നേരത്തെ പറഞ്ഞതുപോലെ ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉള്ള ജ്വല്ലറീസ് ഉണ്ട്. പിന്നെ ഗിഫ്റ്റായിട്ട് കിട്ടിയ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ഇൻസ്റ്റാഗ്രാം പേജസൊക്കെ, ചില പേജസ് നമുക്ക് അവരുടെ ജ്വല്ലറീസ് അയച്ചു തരുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ജ്വല്ലറീസ് ഉണ്ട്. അങ്ങനെ ഒരു മിക്സ് ആയിട്ടാണ് ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നത്. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ കേട്ടോ, നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു നമ്മുടെ വ്ളോഗ് കാണുന്ന ആൾക്കാർക്ക് അറിയണ്ടായിരിക്കും, എനിക്ക് സാധനങ്ങൾ എടുത്തു വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ സാധനങ്ങൾ കേട് വരുന്നത് വളരെ കുറവാണ്, അല്ലെങ്കിൽ എൻ്റെ അത് കേടായി പോകുന്നത് വളരെ കുറവാണ്. ഞാൻ വളരെയധികം നോക്കി ഇഷ്ടത്തോടു കൂടെ ഓരോരോ സാധനങ്ങളും എങ്ങനെയാണോ എടുത്തു വെക്കേണ്ടത് അങ്ങനെ എടുത്തു വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളുമാണ്. അതിന് സമയം ചിലവാക്കുന്ന ഒരാളുമാണ്. പിന്നെ എനിക്ക് എൻ്റെ കയ്യിൽ നിന്നൊക്കെ എന്തെങ്കിലും കേട് വന്നു പോയി കഴിഞ്ഞാൽ ഭയങ്കര മനസ്സിന് ബുദ്ധിമുട്ടാട്ടോ. കുറേ ആൾക്കാർക്ക് അങ്ങനെ തന്നെ ആയിരിക്കും. ഞാൻ എൻ്റെ ഒരു കാര്യം അല്ല, എനിക്ക് കൂടുതൽ കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റുക, അപ്പോൾ അത് ഞാൻ പറയുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ അകത്തുള്ള ചില കമ്മലുകളൊക്കെ എനിക്ക് തോന്നുന്നു 12ാം ക്ലാസ്സിൽ നിന്ന് ഞാൻ വാങ്ങിയ കമ്മല്, +1 നിന്ന് ഞാൻ വാങ്ങിയ കമ്മല്, അങ്ങനത്തെ ചില കമ്മലുകളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. ചിലതല്ല, കുറേ കമ്മലുകളുണ്ട്. ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കാരണം അന്നൊക്കെ ഞാൻ വളരെ ഭംഗിയിൽ വൃത്തിയിൽ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു പാക്കേജസിലൊക്കെ ആക്കി ഓക്സിഡൈസ്ഡ് ആവാതെ അങ്ങനെയൊക്കെ എടുത്തു വെക്കുമായിരുന്നു.
അപ്പോൾ അന്ന് വൃത്തിക്ക് വെച്ചതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരു കമ്മലിട്ടുണ്ടായിരുന്നു +2 ഞാൻ വാങ്ങിയത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കമ്മലുകളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മെല്ലെ നമ്മുടെ പണിയിലോട്ട് തുടങ്ങാം. അയ്യോ ഒരു സാധനം എടുക്കാൻ മറന്നു. ഇതാണ് നേരത്തെ മറന്ന സംഗതി. ഈ ഒരു കാര്യം കിട്ടിയതുകൊണ്ടും കൂടെയാണ് നമുക്ക് എന്തായാലും ഒന്ന് നമ്മുടെ ഡ്രോവേഴ്സൊക്കെ ഒന്ന് റീഓർഗനൈസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇത് നമുക്ക് കാര്യങ്ങളെല്ലാം വൃത്തിക്ക് എടുത്ത് വെക്കാൻ പറ്റുന്ന കണ്ടോ ഇങ്ങനെ വേറെ വേറെ കോളംസ് ഉള്ള ഓർഗനൈസറാണ്. ഇത് ഞാൻ വാങ്ങിയതല്ല കേട്ടോ. ഇത് ദീപചേച്ചി ഐക്യയിൽ പോയപ്പോൾ കണ്ണുകൊണ്ട് കണ്ട് മെഷർമെൻറ്റ് അളന്ന് ദീപചേച്ചിയുടെ ഡ്രോവേഴ്സിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള ഓർഗനൈസേഴ്സ് ആയിരുന്നു. പക്ഷെ വന്ന് വെച്ച് നോക്കി കഴിഞ്ഞപ്പോൾ അത് കൊള്ളണില്ല. അപ്പം ഞാൻ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ണുകൊണ്ട് നോക്കിയപ്പോൾ എനിക്കിവിടെ ഫിറ്റ് ആവും തോന്നി. അങ്ങനെ ഞാൻ എടുത്തിട്ട് വന്നതാണ്. കൊള്ളുമോ എന്നുള്ളത് മുഴുവൻ എനിക്കറിയില്ല. നമുക്ക് നോക്കി എന്തായാലും വീഡിയോ തുടങ്ങുന്നതിൻ്റെ മുന്നേ നേരത്തെ നമ്മുടെ ഗിഫ്റ്റിൻ്റെ ഒരു ഐഡിയ എന്താണെന്നുള്ളതും കൂടെ പറഞ്ഞു തുടങ്ങാം. എന്നാൽ പിന്നെ നിങ്ങൾ ഒരുപാട് നേരം ഈ വീഡിയോ അത് കേൾക്കാൻ വേണ്ടി മാത്രം ചിലവർ കാണുന്നവരുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങളെ ഞാൻ ഒരുപാട് വെയിറ്റ് ചെയ്യിക്കുന്നില്ല. അത് ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ ഓർഗനൈസിങ് പരിപാടിയിലോട്ട് കിടക്കാം. ഞാൻ കഴിഞ്ഞ വർഷം നാട്ടിൽ വന്ന സമയത്ത് നക്ഷത്ര ഡിസൈൻസിന് ഒരു നല്ല ഭംഗിയുള്ള ഒരു ധാവണിയും അതിനോട് മാച്ചിങ് ആയിട്ടുള്ള മാലയൊക്കെ ഇട്ടിട്ട് ഒരു റീലും ഷോർട്സും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അപ്ലോഡ് ആയതിനു ശേഷം എനിക്ക് ഒരുപാട് മെസ്സേജസും കമന്റ് സെക്ഷനിലും ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ട് കളർ കോമ്പിനേഷൻ കാണാൻ, നല്ല രസമുണ്ട് മാല കാണാൻ, എവിടുന്നാണ് എടുത്തത്, എത്രയേ റേറ്റ്, അങ്ങനെ ഏതൊക്കെ കളർ കോമ്പിനേഷൻസ് അവൈലബിൾ ആണ്, അങ്ങനത്തെ ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നിങ്ങൾക്ക് അറിയുന്ന പോലെ നക്ഷത്ര ഡിസൈൻസിനാണ് അതെടുത്തത്. നക്ഷത്ര ഡിസൈൻസിന് തന്നെ അവർക്ക് ജ്വല്ലറിയുടെ ഒരു ഷോപ്പും ഉണ്ട്. അവിടെ നിന്നാണ് അതിൻ്റെ ജ്വല്ലറീസ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇത്തവണ നാട്ടിലേക്ക് വരാൻ പറ്റുമോ ഇല്ലേ എന്നൊരു സംശയം വന്നപ്പോൾ എനിക്ക് ആഗ്രഹമുള്ളൊരു കാര്യമായിരുന്നു ഒരു ഹാമ്പർ ഗിഫ്റ്റായിട്ട് തരണം എന്നുള്ളത്. അതെനിക്ക് നടക്കില്ലല്ലോ. അതുകൊണ്ട് ഞാൻ നെക്സ്റ്റ് ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ കാര്യമായിരുന്നു, റീസെൻ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചിട്ടുള്ള കാര്യമായിരുന്നു എവിടെ നിന്നാണ് ആ ധാവണി എടുത്തതെന്നുള്ളത്. അപ്പോൾ ആ ഒരു 3 ധാവണിയുടെ, അതായത് ഞാനിട്ട കോമ്പിനേഷൻ തന്നെയല്ല, വേറെ നല്ല ഒരുപാട് രസമുള്ള വേറെ കളർ കോമ്പിനേഷൻസും അവിടെ വരുന്നുണ്ട്. അപ്പം 3 കളർ കോമ്പിനേഷൻ, അതിൻ്റെ ഒപ്പം മാച്ചിങ് ആയിട്ടുള്ള മാലയും കമ്മലും വളയും കൂടെ ചേർന്നിട്ടുള്ള 3 പേർക്ക്, നമ്മുടെ ഈ വീഡിയോ കാണുന്ന 3 പേർക്ക് ആ ഒരു ഹാമ്പർ പോലെ ഗിഫ്റ്റായിട്ട് സെൻഡ് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇന്ത്യയിലുള്ള ആൾക്കാരായിരിക്കണം കേട്ടോ. കാരണം അവർക്ക് സെൻഡ് ചെയ്യാൻ പറ്റണം. നക്ഷത്ര ഡിസൈൻസ് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി സെൻഡ് ചെയ്യുന്നത്. കാരണം എനിക്ക് അവിടെ പോയി സെലക്ട് ചെയ്ത് എടുത്ത് സെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ അഞ്ജലിനെ വിളിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്കിങ്ങനെ ചെയ്താലോ, അവർക്ക് താല്പര്യമുണ്ടോ എന്നുള്ളത്. അപ്പോൾ അവർ വളരെയധികം ഇൻട്രസ്റ്റഡ് ആയിരുന്നു നമ്മുടെ ഈ വീഡിയോ കാണുന്ന 3 ആൾക്കാർക്ക് അങ്ങനെ ഒരു ധാവണി ഹാമ്പർ തരാൻ വേണ്ടി. ഇതാണ് അഞ്ജലി നമുക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ള 3 ധാവണി സെറ്റ്. ധാവണിയുണ്ട്, അതുകൊണ്ട് മാച്ചിങ് ആയിട്ട് ഇടാൻ പറ്റുന്ന മാലയും കമ്മലും വളകളും വെച്ചിട്ടുണ്ട്. ഈ വീഡിയോന്റെ കമന്റ് സെക്ഷനിൽ സെലക്ട് ചെയ്യുന്ന 3 ആൾക്കാർക്കായിരിക്കും ഈ ധാവണി ഗിഫ്റ്റ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ കമന്റ് ചെയ്യുന്ന എല്ലാവരും ദയവ് ഇത് അടുത്ത വീഡിയോ കൂടെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. അതിലായിരിക്കും നമുക്ക് ധാവണി ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന 3 ആൾക്കാരെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ച് നേരത്തിനുള്ളിൽ റെസ്പോണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് വേറെ ആളെ തിരഞ്ഞെടുക്കേണ്ടി വരും. അപ്പോൾ ആ 3 ആൾക്കാരെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. നമുക്ക് വേണ്ടി 3 ധാവണി സെറ്റ് അറേഞ്ച് ചെയ്ത നക്ഷത്ര ഡിസൈൻസിൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അവർക്ക് അവരുടെ ഒരുപാട് പുതിയ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് കയറി നോക്കാം. ആദ്യം നമുക്ക് ഈ ഒരു കോളം ഒന്ന് കാലിയാക്കാം കേട്ടോ. എല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഓർഗനൈസേഴ്സ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഫിറ്റ് ആവുമല്ലോ എന്നുള്ളത് നോക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതിൻ്റെ ഒരു ഓർഗനൈസിങ് വീഡിയോ ഇട്ടപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കവർ ഞാൻ എവിടുന്നാണ് വാങ്ങിയെന്നുള്ളത്. ഇത് പ്ലാസ്റ്റിക് കവർ അല്ല കേട്ടോ, ഇതൊരു ക്ലോത്തിൻ്റെ കവറാണ്. ഇതിവിടെ സെനോക്സ് എന്ന് പറയുന്ന ഒരു ഷോപ്പുണ്ട്. അവരുടെ ഇങ്ങനെ കുറേ ഭംഗിയുള്ള കുറേ ഓർഗനൈസിങ് സംഗതികളുണ്ട്. അപ്പോൾ അതിന്ന് വാങ്ങിയ ഒരു സംഗതിയായിരുന്നു ഇത്. ഇത് രണ്ടും എനിക്ക് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള 2 മാലകളാണ് കേട്ടോ. ഇത് വിഷ്ണുവിൻ്റെ അച്ഛൻ എനിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു മാലയായിരുന്നു. നല്ല ഭംഗിയുണ്ട് കാണാൻ, പക്ഷെ ഇത് ഡെയിലി യൂസ് അല്ല. അത് കാരണമാണ് ഞാൻ സ്ഥിരമായിട്ട് ഇടാത്തത് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു മാലയാണ്, ഉള്ളിലൊരു ഡാൻസിങ് സ്റ്റോണൊക്കെ ഇട്ട് കണ്ടോ. ഇതെനിക്ക് വിധു ഗിഫ്റ്റ് ചെയ്ത മാലയാണ് കേട്ടോ. അപ്പോൾ അത് രണ്ടും ഞാൻ കുറച്ച് ഭംഗിയിലെടുത്ത് വെച്ചിട്ടുണ്ട്. വിധു എന്ന് പറയുന്നത് വിഷ്ണുവിൻ്റെ സിസ്റ്ററാണേ. അപ്പോൾ വിധു എനിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള മാലയാണ്. അത് രണ്ടും ഞാൻ ഈ ഒരു പെട്ടിയിലിട്ട് ഭദ്രമായി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. വളരെയധികം സ്പെഷ്യലായിട്ടുള്ള കുറച്ച് ജ്വല്ലറീസാണ്. നിങ്ങൾക്ക് കണ്ടാൽ ഓർക്കാൻ വഴിയുണ്ടായിരിക്കില്ല, പക്ഷെ എന്നാലും ഞാൻ വളരെ ഭംഗിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയോ, ഇതെൻ്റെ കല്യാണത്തിന് ഞാൻ ഇട്ടിരുന്ന മൂക്കുത്തിയാണ്. ഇതൊന്നും ഗോൾഡ് അല്ല കേട്ടോ. ഹലോ, എൻ്റെ റിസപ്ഷന് അതിന് ഞാൻ ഇടാൻ വേണ്ടി വാങ്ങിച്ചു വെച്ചിരുന്ന ചുട്ടിയാണ്. ഇത് ഞാൻ അന്നിട്ടിട്ടുണ്ടായിരുന്നില്ല, കാരണം നമ്മൾ ഫുൾ സിന്ദൂരം തൊടുകയാണല്ലോ ചെയ്തത്. എൻ്റെ ഗംഭീരമായ ഫോട്ടോ ഞാൻ വീണ്ടും ഇവിടെ എൻ്റെ സൈഡിൽ കൊടുക്കാം. ഇതൊന്ന് ഞാൻ ഇട്ടിരുന്ന എൻ്റെ മൂക്കുത്തിയായിരുന്നു. മൂക്കുന്ന് ഇങ്ങനെ
ചെവിയിലോട്ട് ഇങ്ങനെ കയറ് പോകുന്നൊരു സംഗതിയില്ലേ, അങ്ങനത്തെ ഒരു മൂക്കുത്തിയായിരുന്നു അന്ന് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാണിത്. നാട്ടിൽ പോയപ്പോൾ മിന്ത്രയിൽ നിന്ന് ചുമ്മാ വാങ്ങിയതാട്ടോ. ഓരോ ഡ്രസ്സൊക്കെ ചെയ്യുമ്പോൾ ചുമ്മാ കത്തിവേഷമൊക്കെ കെട്ടണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ മൂക്കിലെടുത്തിടാമല്ലോ, അപ്പോൾ അതിന് വേണ്ടി വാങ്ങിച്ചു വെച്ചതാണിത്. എൻ്റെ പഞ്ചലോഹത്തിൻ്റെ തളയാണ്, കാലിലിടുന്ന തള. പഞ്ചലോഹം എന്ന് പറയുമ്പോൾ ഒരു ലോഹം കുറവാണ്, സ്വർണ്ണമില്ല, കാരണം സ്വർണ്ണമൊക്കെ ഭയങ്കര വില കൂടുതലാണല്ലോ. അപ്പോൾ 4 ലോഹത്തിൻ്റെ എൻ്റെ ഒരു തളയാണിത്. ഇത് വെല്ലച്ചനുണ്ടല്ലോ, വെല്ലച്ചൻ്റെ ബർത്ത്ഡേ ആവുന്ന സമയത്ത് കഴിഞ്ഞൊരു 3-4 കൊല്ലമായിട്ട് നമുക്ക് പേരക്കുട്ടികൾക്ക് എല്ലാവർക്കും വെല്ലച്ചൻ ഒരു പൈസ വെച്ചിട്ട് ഗിഫ്റ്റായിട്ട് തരും. അത് വേണ്ടാന്ന് പറഞ്ഞാലും വെല്ലച്ചൻ തരും കേട്ടോ, എല്ലാവർക്കും ഒരുപോലെ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വെല്ലച്ചൻ എനിക്ക് തോന്നുന്നു 4000 രൂപ 5000 രൂപ എന്തോ തന്നിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന പോലെ എനിക്ക്, വിഷ്ണുവിന്, അപർണയ്ക്ക്, രോഹിത്തിന്, അപ്പുവിന്, അനുവിന്, അമ്മിക്ക്, ഇത്ര പേർക്ക്. അപ്പോൾ അത് വെച്ച് നമ്മൾ ഓരോ ഗിഫ്റ്റ് വാങ്ങിക്കും ഓരോ തവണ. അങ്ങനെ ഞാൻ ഒരു തവണ വാങ്ങിയതായിരുന്നു ഈ ഒരു 4 ലോഹത്തിൻ്റെ എൻ്റെ തള. നമ്മൾ ചില സാധനങ്ങൾ വളരെ ഭദ്രമായി എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഇത് ഞാൻ വളരെയധികം ഭദ്രമായിട്ട് എടുത്തു വെച്ചതായിരുന്നു. അങ്ങനെ 2-3 ദിവസം ഭയങ്കര ടെൻഷനായി പോയി തിരഞ്ഞിട്ട് ഇത് എവിടെയാണെന്ന് കാണാനില്ല, കാരണം വിലയുള്ള സാധനമാണല്ലോ. അങ്ങനെ ഒരുമാതിരി കിളി പോയ അവസ്ഥയിലായി. കുറേ തിരഞ്ഞ അവസാനം ഞാൻ കണ്ടുപിടിച്ചു. എന്നിട്ട് ഞാൻ ഇന്നലെ ഇത് ഇവിടെ കൊണ്ടുവച്ചതാട്ടോ. ഇത് കുറച്ചും കൂടെ ഭദ്രമായിട്ട് വെക്കാൻ പറ്റുന്നൊരു സ്ഥലത്തോട്ട് വീണ്ടും ഞാൻ മാറ്റണം. അപ്പോൾ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് യുവിയുടെ ഓർണമെന്റ്സ് ആണ് കേട്ടോ. യുവിയുടെ ഓർണമെന്റ്സ് മുഴുവൻ ഇവിടെ ഇല്ല. അമ്മയും അച്ഛനും നാട്ടിൽ പോയ സമയത്തും ഞങ്ങൾ നാട്ടിൽ പോയപ്പോഴും ഞാൻ കുറേ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ 1-2 വളയൊക്കെ പിന്നെ അതിന് ശേഷം ഇവിടെ വന്നതാണ് കേട്ടോ. ഇത് 2 വള എനിക്ക് തോന്നുന്നു. ഒന്ന് ഇത് പ്രദുവും ഗീതുവും യുവിക്ക് കൊടുത്തതും, ഒന്ന് അമ്മുച്ചേച്ചിയും സഞ്ചേട്ടനും കൊടുത്തതാണിത്. പിന്നെ ഇത് ദീപച്ചേച്ചിയുടെ അമ്മ തന്ന ഒരു ബ്രേസ്ലെറ്റ് ആണ്. പിന്നെ ഇത് വിധുവും പ്രദുവേട്ടനും യുവിക്ക് കൊടുത്ത ഒരു മാലയാണ്. ഇത്രയും ഇവിടെ ഇരിക്കുകയാണ്. ഇത് ഇനി അടുത്ത് നാട്ടിൽ പോകുമ്പോൾ നാട്ടിൽ കൊണ്ടുവയ്ക്കണം. ഞാൻ ഇവിടെ ഒരു ഓർണമെന്റ്സും വെക്കാറില്ല കേട്ടോ. ഒന്നാമത് ഞാനിവിടെ ഒട്ടും ഉപയോഗിക്കാറില്ല. യുവിന് ഞാൻ അതിപ്പോൾ ഇടിക്കാറില്ല, കാരണം ഗോൾഡൊക്കെ നമുക്ക് ഇടാൻ പറ്റുന്ന അവസ്ഥയിൽ നിന്നും അത് സഞ്ചരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഇത് ഭദ്രമായിട്ട് കൊണ്ടുപോയിട്ട് വീട്ടിലെടുത്ത് വെക്കണം. ഇപ്പം ഞാൻ തൽക്കാലം ഇവിടെ നിന്ന് ഇത് മാറ്റുക. ഇത് യുവിയുടെ തന്നെ വേറൊരു ഓർണമെന്റ്സ് ആട്ടോ. എത്ര ഓർണമെന്റ്സ് അല്ലേ കുട്ടിക്ക്. ഇത് ഒരു കയ്യിൽ നമ്മളിടുന്ന ഒരു ഇടിവള ഇല്ലേ, ഇത് സിൽവറിൻ്റെയാണ്. ഇതിൽ ഓം എന്നൊക്കെ ചെയ്തിട്ട്, ഇത് നമ്മുടെ ഇവിടെ ഒരു ഫ്രണ്ട് നോബിച്ചനും പ്രിയച്ചേച്ചിയും അവർ യുവിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ ഈ ഒരു ഓം ഇടിവള. ഇത് അവന് പാകമാണ് ഓൾമോസ്റ്റ്. പിന്നെ ഞാൻ വിചാരിച്ചു ഇവിടെ നിന്ന് ഇപ്പോൾ ഈ സ്വെറ്ററിൻ്റെ ഉള്ളിലൊന്നും ഇടിയിച്ചാൽ വലിയ രസം ഉണ്ടായിരിക്കില്ലല്ലോ. അപ്പോൾ സമ്മറായിട്ട് വേണം ഇതൊന്ന് ഇടിയിക്കാൻ വേണ്ടിയിട്ട്. ഇതും കഷ്ടി മുഷ്ടിയാട്ടോ. എൻ്റെ കണ്ണിൻ്റെ മെഷർമെൻറ്റും തെറ്റി തോന്നണു. ഞെക്കി ഓൾമോസ്റ്റ് ഓക്കെയാണ്, പക്ഷെ ഞെക്കി അങ്ങോട്ട് കൊള്ളിക്കേണ്ടി വരും. ഇങ്ങനെയാണ് കേട്ടോ ഏകദേശം ഇതിൻ്റെ അകത്ത് നമ്മുടെ ഈ ഒരു ഓർഗനൈസർ കയറിയത്. ഇതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് മാറ്റി തിരിച്ച് നമുക്ക് വേണ്ട സംഗതികളെല്ലാം ഇതേപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ബാഗ്സിലാക്കിയിട്ട് നമുക്കിവിടെ വെക്കാം. അപ്പോൾ എടുക്കാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഗോൾഡും അതേപോലെ ഇങ്ങനെ സിൽവറുമായിട്ടുള്ള ജ്വല്ലറീസ് ഉണ്ടല്ലോ, ഇത് രണ്ടും നമുക്ക് 2ആയിട്ട് തിരിച്ചു വെക്കാം. അപ്പോൾ ഒന്നിൽ ഫുൾ അങ്ങനെ സിൽവറും ഒന്നിൽ ഫുള്ള് ഗോൾഡും പറഞ്ഞേ. ഇതിൽ നമ്മൾ കംപ്ലീറ്റ് സിൽവർ ആണ് വെച്ചിട്ടുള്ളത്. ഇതിൽ നമുക്ക് ജുംക്ക അല്ലാത്ത നമ്മുടെ ട്രഡീഷണൽ കമ്മലുകൾ ഉണ്ടായിരിക്കുമല്ലോ, അത് ഇതിൽ വെക്കാം. ഇതിൽ നമുക്കിങ്ങനെ ബോക്സിൽ വരുന്ന നേരത്തെ നമ്മുടെ ആ സൊറോസ്കിയുടെ കമ്മലും ലോക്കറ്റും അങ്ങനത്തെ സംഗതികൾ ഉണ്ടായിരുന്നില്ലേ, അതൊക്കെ ഇതിൽ വെച്ചു. പിന്നെ ഇതിൽ കുറച്ച് നമുക്ക് മോഡേൺ ആയിട്ട് ഇടാൻ പറ്റുന്ന രീതിയിലുള്ള നമ്മുടെ കുറച്ച് കമ്മലുകളുണ്ടല്ലോ. ഇപ്പം ഇതൊക്കെ കണ്ടോ, ഇത് എനിക്കിഷ്ടമുള്ളൊരു കമ്മലാണ്. ഇതൊന്നും ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. ഞാനങ്ങനെ ഭയങ്കര ആക്സസറീസ് ഉപയോഗിക്കുന്ന ഒരാളല്ല എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇതൊക്കെ എടുത്തു വെക്കാനും എനിക്ക് വാങ്ങിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് കണ്ടോ, ഇത് സൈക്കിളാണ് വരുന്നത്. ഇനി കുറച്ചും കൂടെ ഇതൊക്കെ ഇട്ട് തുടങ്ങണം ഞാനിപ്പോൾ വിചാരിക്കുമായിരുന്നു. ഇന്നോ വാങ്ങിയതാണ്, എനിക്ക് തോന്നുന്നു ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ ഒറ്റ ഞാൻ കണ്ട് വാങ്ങിയതാണ് കേട്ടോ. ഇത് നല്ല രസമല്ലേ കാണാൻ. ഈ കമ്മലാണ് വേറൊന്നും ഞാൻ പറഞ്ഞത് കേട്ടോ. ഇത് ഞാൻ +2 പഠിക്കുമ്പോൾ, എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ഇയറിലോ +2 ഒറ്റ പഠിക്കുമ്പോൾ വാങ്ങിയ കമ്മലാണ്. പക്ഷെ അതിൻ്റെ തിളക്കമൊന്നും ഒട്ടും പോയിട്ടില്ല. കണ്ടോ, കുഞ്ഞ് സ്റ്റോണും അല്ല വലിയ സ്റ്റോണും ഒക്കെ ആയിട്ട് ഒരു പിങ്ക് സ്റ്റോൺ ആയിട്ട്. ഇത് ഏതോ ഒരു കല്യാണത്തിന് തന്നെ ഇതേ പറഞ്ഞ പോലെ വാങ്ങിയതാ തോന്നുന്നു, കൃത്യ ഓർമ്മ എനിക്കില്ല. പക്ഷെ ഇപ്പോഴും അത് അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട് മിടുക്കനായിട്ട്. എനിക്ക് ചേച്ചി കൊണ്ടു തന്ന ഒരു കമ്മലാണ്. ചേച്ചി നേപ്പാളിലോ എവിടെ പോയിട്ടുണ്ടായിരുന്നു. നേപ്പാളിലെ ആൾക്കാർ ജുംക്കയൊക്കെ ഇടുമോ നീ ആലോചിച്ചിട്ടുണ്ടായിരുന്നല്ലോ കേട്ടോ. ചിലപ്പോൾ ചേച്ചി നാട്ടിൽ നിന്ന് വാങ്ങിയതായിരിക്കും, നേപ്പാൾ വഴിയൊന്നും നാട്ടിൽ പോയിട്ട്. അപ്പോൾ അവിടുന്ന് ചേച്ചി കൊണ്ടുവന്ന ഒരു ജുംക്കയാണത്. കമ്മലുകൾ ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു ബോക്സാണ് കേട്ടോ.
ജുംക ആൻഡ് ജിംകീസ് ഇട്ട് വെക്കാൻ വേണ്ടി, അല്ലെങ്കിൽ സ്റ്റഡ് അങ്ങനത്തെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതായിരുന്നു. പക്ഷെ ഇതിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഗതി ഏതാണെന്നറിയോ? എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 300-400 രൂപ എന്തോ വരുന്നത്. ഇത് തുറക്കുമ്പോൾ എങ്ങനെയാണെന്നറിയോ? ഉണ്ടോ? ഇതിൻ്റെ അകത്ത് നമുക്ക് കമ്മലിട്ട് വെക്കാം. ഇനി നമുക്ക് എവിടെയെങ്കിലും പോകണം എന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്കിത് പാക്ക് ചെയ്ത് കൊണ്ടുപോകാം. അതിനൊക്കെ പറ്റുന്ന ഇത്രയുള്ളത് മൊത്തം വരുന്നത്. തുറക്കുമ്പോൾ ഇങ്ങനെ അടിപൊളിയല്ലേ? ഇതിൻ്റെ അകത്ത് നമുക്ക് ജുംകാസ് ഇട്ട് വെക്കാം. അതാണ് എൻ്റെ പ്ലാൻ. ഇങ്ങനെ ഇട്ട് വെച്ചു. നാട്ടിന്ന് ഇത്തവണ വരുമ്പോൾ കൊണ്ടുവന്നതാണ്. അച്ഛൻ ഇതൊന്നും തുറന്നു പോകരുതെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് ഇനി ആരും ചേച്ചി തുറക്കാനും പറ്റില്ല കേട്ടോ. ആ രീതിയിലാണ് ഇത് പാക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് ഇത്തവണ എനിക്ക് തോന്നുന്നു നമ്മൾ മോൾഡീവ്സ് പോണ സമയത്ത് ഞാൻ കുറച്ച് വെസ്റ്റ് സൈഡ് പോയിട്ട് കുറച്ച് വലിയ വലിയ വളകളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പം ഇതിങ്ങനെ ഭയങ്കര ട്രെൻഡാണല്ലോ, കണ്ടോ ഇങ്ങനത്തെ സംഗതികൾ. അതൊക്കെ കുറച്ച് വാങ്ങിയതാണ് ഇതിലിരിക്കുന്നത്. ഇത് പിന്നെ ഇങ്ങനത്തെ കുറച്ച് വളകളില്ലേ, ഇതൊക്കെ ഇങ്ങനെ ഭയങ്കര പെയർ ചെയ്തിടുന്ന ഇപ്പൊ കുറെ ആൾക്കാർ ചെയ്യുന്ന കാണാലോ ഇങ്ങനത്തെ കുറെ വളകൾ. കണ്ടോ ഇത് അച്ഛൻ എനിക്ക് പാക്ക് ചെയ്തതാണ്. ഇതിന്റെ അകത്ത് ഈ പേപ്പറൊക്കെ വെച്ചിട്ട് എന്തിനു പറയാ, ഈ പേപ്പറിൽ ഇതൊക്കെ വെച്ചിട്ടാണ് പാക്കിങ്. ഗംഭീരായിരിക്കണോ? നല്ലോണം വിശക്കുന്നുണ്ട്. സമയം 2 മണി കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പോയിട്ടൊന്ന് മെല്ലെ ലഞ്ച് കഴിക്കട്ടെ. വിഷ്ണു ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അധികം വഴുകാതൊരു ബിസിനസ് തുടങ്ങുമല്ലേ? താല്പര്യം ഫുൾ ബിസിനസ്സിലോട്ടാണ്. ഇപ്പം എണീക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ ലഞ്ച് കഴിഞ്ഞ് വന്നു കേട്ടോ. എനിക്ക് ഒതുക്കാനുള്ള മൂഡ് ചെറുതായിട്ട് അങ്ങോട്ട് മാറി. അതിൻ്റെ ഉള്ളിൽ കഷ്ടി മുഷ്ടി ഫിറ്റാന്നേ ഉള്ളൂ കേട്ടോ. അത്ര കറക്റ്റ് ഫിറ്റൊന്നും അല്ല. അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് വെക്കുകയാണ്. ഇതിൽ ആദ്യം നമുക്ക് വളകൾ വെക്കാം. ഇതൊക്കെ കുപ്പിവളയും പിന്നെ ഇതൊക്കെ മെറ്റലും കേട്ടോ. അത് മിക്സ് ആയിട്ട് വരുന്നതാണ്. അപ്പൊ രണ്ടും നമുക്ക് ഈ വളകൾ ഓർഗനൈസ് ചെയ്യാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ സൈഡിൽ ഞാൻ കൊടുക്കുക. ഇങ്ങനത്തെ ഒരു സാധനം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ ഇങ്ങോട്ട് എത്തിയതിന് ശേഷമാണ് അത് ഡെലിവർ ആയത് നാട്ടില്. അതുകൊണ്ട് ഇപ്പൊ എനിക്ക് ആലോചിക്കുമ്പോൾ തോന്നുന്നത് അത് കുറച്ചൊരു അധികപ്പറ്റായി പോവോന്ന്. കാരണം എന്താണെന്നറിയോ? അതിൻ്റെ ഒരു ആവശ്യമുണ്ട് തോന്നണല്ലോ. അപ്പോൾ കാരണം നമുക്കിത് ഇവിടെ തന്നെ അങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാം. ഇത് ഏതെങ്കിലും ഒന്നെടുത്താലേ ഇതിൻ്റെ പണി ഫുൾ തീരും. പക്ഷേ ഇത് നമുക്ക് അങ്ങനെ എപ്പോഴും വേണ്ട ഒരു സംഗതിയല്ലല്ലോ. വല്ല ഓണോ വിഷുവോ അങ്ങനെ കൊല്ലത്തിൽ 1-2 തവണ മാത്രം നമുക്ക് എടുക്കേണ്ട സംഗതികളാണ് ഇതൊക്കെ. പിന്നെ അതല്ലാതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ഫോട്ടോ എടുക്കാന്നൊക്കെ വിചാരിക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ട് കുറച്ചൊന്ന് മെനക്കെട്ട് ഒരു തവണ ഒതുക്കി വെച്ചാൽ ഏകദേശം ഒരു 1-1.5 കൊല്ലമൊക്കെ ഇരുന്നോളൂ. ഇവിടെ അങ്ങനെ എൻ്റെ വളകളെല്ലാം ഞാൻ ഒതുക്കി വെച്ചു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇതിലെ മേജർ, ഞാൻ ഇവിടെ വീഡിയോയിലാ വിഷ്ണു എന്താന്ന് ചോദിക്കാം. അപ്പോൾ ഇവിടെ ഞാൻ മേജറായിട്ടുള്ള എൻ്റെ ഈ കുപ്പിവളകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മുടെ വളകാപ്പിൻ്റെ ഭാഗമായിട്ട് വാങ്ങിയതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇത്ര കുപ്പിവളൊന്നും എനിക്ക് വരാൻ ചാൻസ് ഇല്ല, വാങ്ങിക്കാനും ചാൻസ് ഇല്ല. പിന്നെ ഈ കാണുന്ന വളകളുണ്ടല്ലോ, ഇതെൻ്റെ മറ്റേ നാഗകന്യക പാർട്ട് 4 വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതായിരുന്നു. പിന്നെ അതിക്ക് വരുന്ന വളകൾ തന്നെ കേട്ടോ കുറച്ചൊക്കെ. ഈ ഒരു വള എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വളയാണ്. എൻ്റെ കൈയാണ് നിങ്ങൾ കാണുന്നത്. അത് കാണിച്ചു തരാം കേട്ടോ. തകർന്നു വീഴില്ല തോന്നുന്നു എല്ലാം കൂടെ എടുക്കുമ്പോൾ. ഇതൊരു ഭയങ്കര ഹെവി മെറ്റലിൽ വരുന്ന നല്ല കിലുക്കൊക്കെ ഉള്ള നല്ലൊരു വളയാണ്. ഇങ്ങനെ നമ്മൾ ക്ലോസ് ചെയ്യുന്ന കേട്ടോ ഇത്. അപ്പോൾ അങ്ങനെ അതും കൂടെ ഇവിടെ വെച്ച് നമ്മൾ വളകളുടെ സെക്ഷൻ അവസാനിപ്പിച്ചു. എക്സ്റ്റൻഷൻസ് ഉണ്ട് കേട്ടോ, അത് ഞാൻ കാണിച്ചത്. ഒന്ന് ഇത് നമ്മൾ ബാക്കിൽ ഇങ്ങനെ ഇപ്പം എന്നെ പോലെ അശുമുടിയൊക്കെ ഉള്ളൂന്നുണ്ടെങ്കിൽ നമുക്കിതിങ്ങനെ വെച്ചിട്ട് എന്നിട്ട് സാരിയൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ മുല്ലപ്പൂവൊക്കെ വെച്ചാൽ വലിയ തിരക്കേടുണ്ടാവില്ല, രസം ഉണ്ടാവും. അത് തന്നെ ഇങ്ങനത്തെ ബാൻഡ് കേട്ടോ. നമുക്ക് ഇങ്ങനെ ക്ലിപ്പ് ഇടുന്നതിന് പകരം ഇതിന്റെ മുകളിൽ നമുക്ക് കെട്ടിവെക്കാം. അപ്പൊ ഓരോ സമയത്ത് എന്റെ മുടി ഓരോ കളറുള്ള രീതിയിലോട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത് കുറച്ചും കൂടെ ബ്ലാക്ക് ആണ്. ഇതിപ്പോ എന്റെ ഹെയറിൽ ചേരില്ല. അന്ന് ബ്ലാക്ക് ആയിരുന്ന സമയത്ത് വാങ്ങിയതാണ്. ഇപ്പൊ കുറച്ചും കൂടെ പോവാ ഇതായിരിക്കും തോന്നുന്നു. ഇത് അത്ര എക്സാക്ട് കളറൊന്നും അല്ല. എന്റെ അമ്മ ഇവിടെ വന്ന സമയത്തുണ്ടല്ലോ, അമ്മ ഇങ്ങനെ ബാക്കിൽ കെട്ടുമ്പോ ഇങ്ങനെ എക്സ്റ്റൻഷൻസ് വെച്ച് കെട്ടാറുണ്ട്. ഒരുപാട് വാങ്ങിക്കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതിന്റെ പല പല മോഡൽ. 1 മുടി തൂങ്ങിയത്, 2 മുടി തൂങ്ങിയത്, 3 മുടി തൂങ്ങിയത്. ഇതിന്റെ അടി നമ്മൾ വെച്ച് പിന്നെ നമ്മൾ മുടി ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ കണ്ടോ മുടി കുറച്ചധികം ഉള്ളത് പോലെ തോന്നും. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് നമ്മൾ ഹൈപ്പോണിയൊക്കെ കെട്ടി കഴിഞ്ഞാല് ബാക്കിൽ നമുക്ക് മുകളില് ഇങ്ങനെ വെക്കാൻ പറ്റും. തിരക്കേടില്ല. പക്ഷെ ഭയങ്കര വെയിറ്റ് ആണ്. നമുക്കിങ്ങനെ കുറച്ച് നേരമൊക്കെ എന്തെങ്കിലും ഒരു ഫോട്ടോഷൂട്ടിലോ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടി വെച്ച് നിൽക്കാന്നല്ലാതെ ഡെയിലി വെക്കാൻ. പക്ഷെ ഇവിടെ ഡെയിലി വെക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. മുടി ഭയങ്കര ഇതാക്കിയിട്ട് ഡെയിലി വെക്കുന്ന ആൾക്കാരും ഉണ്ട്. അതിന്റെ ഇതൊരു ബാധ്യതയുണ്ട്. ഇത് ബ്ലാക്ക് ആണ്, എന്റെ മുടി വേറെ കളറാണ്. കൊള്ളാം.
കൊള്ളാട്ടോ ഇത്. ഈ കളറിലൊന്ന് വാങ്ങിച്ചു നോക്കി വെക്കണം. രസമുണ്ടല്ലേ? അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഈ ഒരു ഏരിയ നമ്മൾ കംപ്ലീറ്റ്ലി അറേഞ്ച് ചെയ്തു കേട്ടോ. ഇവിടെ വളകൾ വെച്ചിട്ടുണ്ട്, കുറച്ച് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് വളകൾ ഇവിടെ വെച്ചു. പിന്നെ ഇത് നമ്മുടെ ആർട്ടിഫിഷ്യൽ മുല്ലപ്പൂവ്, മുടി കെട്ടുന്ന കുറച്ച് സംഗതികൾ, ഹെയർ ആക്സസറീസ് അങ്ങനത്തെയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ എക്സ്റ്റൻഷൻ ആണ്, ഇത് നമ്മുടെ പൊട്ടാണ്. അതോടുകൂടെ ഈ ഒരു ഭാഗവും ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. സെക്കൻഡ് റോള് ചെയ്യാട്ടോ. ഇത് മാലകളാണ് മെയിൻലി. ഇത് ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്ന ഇങ്ങനെ നമുക്ക് മാലയൊക്കെ കറക്റ്റായിട്ട് ഇട്ട് വെക്കാൻ പറ്റുന്ന പ്ലാസ്റ്റിക്കിന്റെ ബാഗ്സ് ഉണ്ടായിരിക്കുമല്ലോ, അതാണിത്. അപ്പൊ അതില് കുറച്ച് വലുതും ഉണ്ട്, കുറച്ച് ചെറുതും ഉണ്ട്. ഇത് നമ്മളിങ്ങനെ നമ്മുടെ ഫാൻസി ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കണ്ടോ ഇങ്ങനത്തെ മാല ഇട്ട് വെക്കുന്നതില്ലേ, ഇതിലിട്ട് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ഒന്നും കൂടെ ഓരോന്നനുസരിച്ച് എടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഈ ഒരു സെറ്റിലോട്ട് നമുക്ക് എല്ലാ മാലകളും ഇട്ട് അറേഞ്ച് ചെയ്ത് വെക്കാം. എനിക്ക് തോന്നുന്നു ഇവിടെ വന്ന ഉടനെ എൻ്റെ നാട്ടിൽ നിന്ന് കൊടുന്ന മാലയാണ്, കുറച്ചൊരു ഹെവി മാലയാണ്. ഉണ്ടോ? ഇതിൻ്റെയൊക്കെ സൈഡിൽ ഈ ഒരു ചരടില്ലേ, അത് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ നാട്ടിൽ പോയപ്പോൾ എക്സ്ട്രാ അങ്ങനത്തെ കുറച്ച് ചരടൊക്കെ വാങ്ങിയിട്ട് വന്നു. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ മുകളിൽ നമുക്ക് ഇട്ട് കറക്റ്റായി വെക്കാമല്ലോ. കുറച്ച് കാലമായി ഇത് പൊട്ടിയിട്ട്. ഞാൻ ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ കൊണ്ടുവന്നതായിരുന്നു. വന്നിട്ട് ഒരു തവണ 1-2 തവണ ഇട്ടപ്പോൾ തന്നെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മാലയായത് കാരണം ഞാൻ അങ്ങനെ കൊണ്ടുനടക്കുകയായിരുന്നു. ഈ മാലയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, എനിക്ക് അറിഞ്ഞോളൂ അമ്മയ്ക്കും അച്ഛനും ഇത് ഓർമ്മയുണ്ടോ എന്നുള്ളത്. അമ്മയുടെ ഏതൊരു വെഡിങ് ആനിവേഴ്സറിക്ക്, അമ്മയുടെ അച്ഛൻ്റെ ഒരു വെഡിങ് ആനിവേഴ്സറിക്ക് അച്ഛൻ ഗിഫ്റ്റ് കൊടുത്ത ഒരു മാലയായിരുന്നു അത്. അച്ഛൻ വളരെ റയറായിട്ടാണ് അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ടുള്ളൂ. പക്ഷെ അന്ന് നല്ല അടിപൊളി മാലയാണെന്ന് തോന്നിയത് ഞാൻ ഓർമ്മ ശരിയാണെങ്കിൽ എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ഇയറോ +2 ആ സമയത്ത് എന്തോ ഗിഫ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അമ്മ വാങ്ങിയതായിരിക്കാം. അങ്ങനത്തെ എന്തോ ഒരു ഇതില് ഉള്ളൊരു മാലയായിരുന്നു. അന്ന് അമ്മ തന്നെയാണ് ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ എപ്പോഴോ ഞാൻ ഇട്ടു, എനിക്കിഷ്ടമായി, അമ്മ എന്നോട് എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അത് എടുത്ത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ വർഷങ്ങളോളം ഉപയോഗിച്ചു. ഇവിടെ ഇങ്ങനെ ഒരു പൊട്ട് വന്നു. പക്ഷെ ഈ മാലയോടുള്ള ഇഷ്ടം കാരണം കളയാൻ തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഇതും ഞാനിങ്ങനെ ഭദ്രമായി ഇവിടെ എടുത്തു വെക്കാറുണ്ട്. നല്ലൊരു ഡയമണ്ട് ഫീലുള്ള ഒരു മാലയാണ് കേട്ടോ. ചെറിയ സ്റ്റോണൊക്കെ ഇട്ട് നല്ല രസമുള്ള മാലയാണ്. ചില കാര്യങ്ങളോട് നമുക്ക് ഇതിലിപ്പോ അമ്മ തന്ന മാല അങ്ങനത്തെ ഒരു ഇമോഷൻ ഒന്നും അല്ല ഇത്. കാരണം അമ്മ എനിക്ക് തന്ന മാലയില്ല, അച്ഛൻ്റെ അമ്മയ്ക്ക് എടുത്ത മാലയായിരുന്നു. അതെങ്ങനെയും എൻ്റെ കയ്യിൽ വന്ന് പെട്ടതാണ്. പക്ഷെ ഈ മാലയിനോടൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ട് എനിക്ക്. അതുകൊണ്ട് അത് കളയാൻ തോന്നാറില്ല. അവിടെ ഇരിക്കട്ടെ. ഞാനൊരു ജ്വല്ലറി ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത പോലെ തോന്നുന്നു എനിക്ക്. ഇങ്ങനെ എല്ലാത്തിനെ പറ്റിയും വിവരിച്ച് പറഞ്ഞിരുന്ന ഇതൊരു ഭയങ്കര ഹെവി നെക്ലേസ് ആണ് കേട്ടോ. ചോക്കറാണ് ഇത്, നെക്ലേസ് അല്ല. നെക്ലേസ് ആയിട്ട് രസം ഉണ്ടായിരിക്കും തോന്നുന്നില്ല, വെക്കാൻ ടഫായിരിക്കും. ഇത് ചോക്കറാണ് കണ്ടോ. ഇത് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് തുടങ്ങിയ സമയത്ത് തുടങ്ങിയ കാലത്ത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് അവിടെ നിന്നാണോ എന്നറിയില്ല, എമിൻ താഹിർന്നോ അങ്ങനെ ഒരു പറഞ്ഞിട്ടൊരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ടായിരുന്നു ജ്വല്ലറിയുടെ. ഇപ്പൊ അവരുണ്ടോന്ന് എനിക്കറിയില്ല കേട്ടോ, ഞാൻ അധികം കണ്ടിട്ടില്ല. പക്ഷെ അന്ന് അവര് ഭയങ്കര പോപ്പുലർ ആയിരുന്നു. ആ സമയത്ത് അവര് 5-6 കൊല്ലം മുന്നേ അവരെനിക്ക് ഗിഫ്റ്റ് ആയിട്ട് നാട്ടിലോട്ട് അയച്ചതായിരുന്നു. പിന്നെ അത് ഇങ്ങോട്ട് വന്നപ്പോ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇതാണ്. ഇത് അവരുടെ ആണെന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷെ ഇതിൽ ഏതൊക്കെ 1-2 എണ്ണം അവരുടെ ആണെന്നൊരു ഓർമ്മ എനിക്ക്. എടാ അമ്മയ്ക്ക് പൈസ അയക്കണം കേട്ടോ, നാളെയാണ് പാട്ട്. ഇതും അമ്മയുടെ മാലയാണേ. ഇത് വളാഞ്ചേരി അഭിലാഷ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫാൻസി കടയുണ്ടായിരുന്നു. അവിടുന്ന് ഏതോ ഒരു തവണ വാങ്ങിയ ഒരു മാലയാണ്. ഇപ്പൊ അതിട്ടിട്ട് കുറേ, പക്ഷെ വന്നുടനെ 1-2 തവണ ഇടുമായിരുന്നു. അന്ന് ഇങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടായില്ലേ, കുറച്ച് ഇറക്കത്തിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു മാല ഇടുന്നത്. അപ്പൊ ഇതും കുറച്ചധികം കൊല്ലം പഴക്കം ഉള്ള ഒരു മാലയാണ്. ഞാനിങ്ങനെ അല്ലിയുടെ ആടയാഭരണങ്ങൾ ഒക്കെ കാണിക്കുന്ന പോലെ എൻ്റെ കുറെ പഴക്കമുള്ള ഗോൾഡൊന്നല്ല, പഴക്കമുള്ള കുറെ ഫാൻസി സംഗതികളാണ് കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതിനൊക്കെ അന്ന് 200-300 രൂപയൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. അത്ര കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. ഇതൊക്കെ അന്ന് അമ്മയുടെ ഒപ്പം പോയിട്ട് വാങ്ങിച്ചിരുന്ന സമയത്തുള്ള മാലകളാണ്. അമ്മയ്ക്ക് ഓർമ്മ ഉണ്ടോന്നാവോ അതൊക്കെ കേട്ടോ. അമ്മ അത് കാണുകയാണെങ്കിൽ കമന്റ് ചെയ്യൂ, അമ്മയ്ക്ക് മാല ഓർമ്മയുണ്ടോന്ന്. ഓക്കെ,
കാണിച്ചേട്ടെ. ഇത് ഞാൻ വാങ്ങിയ മാലയാണേ. ഇതൊരു ഭയങ്കര കുന്തൻ വർക്കോ അങ്ങനെ എന്തോ പറയും. ഇതെനിക്ക് കണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിയതായിരുന്നു. പക്ഷെ അന്ന് ഞാൻ വിചാരിച്ച ഒരുപോലെ എനിക്ക് പെയർ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇത് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. പക്ഷെ നല്ല രസമുള്ള ഉണ്ടോ കുന്തൻ വർക്കോ അങ്ങനെ എന്തോന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു മാലയാണത്. ഇതൊരു അന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു ജംസ്യൂട്ടിന്റെ ഒപ്പം ഇത് പെയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ അന്ന് പിന്നെ അത് നടന്നില്ല. യുവിയുടെ 56 നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളിത് ചെയ്തില്ലല്ലോ. അതിനു വേണ്ടി ഞാൻ വിചാരിച്ചതായിരുന്നു ഈ മാലയും ഒരു ജംസ്യൂട്ടും ഒക്കെ. പക്ഷെ നടക്കാത്തത് കാരണം നടന്നില്ല. എൻഗേജ്മെന്റ് ഇട്ട മാലയാണേ, കണ്ടോ? ഇതെനിക്കൊന്ന് ഗുഡ് വില്ലെന്നോ എന്തോ വാങ്ങിയതാണ് എൻ്റെ എൻഗേജ്മെന്റിന്റെ മാല. ഇത് ഞാൻ പിന്നെയും 1-2 തവണയൊക്കെ ഇവിടെ വന്നിട്ട് പിന്നിട്ടിട്ടുണ്ട്. ഇത് ഓൾമോസ്റ്റ് എല്ലാ ഡ്രസ്സിൻ്റെ ഒപ്പം, ഐ മീൻ നമ്മൾ സാരിയൊക്കെ എടുക്കുമ്പോൾ അങ്ങനത്തെ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള എല്ലാ ഡ്രസ്സിൻ്റെ ഒപ്പം ഒട്ടുമിക്ക മാച്ചായി പോകുന്ന ഒരു മാലയാണല്ലോ. കുറച്ച് ഐറ്റംസ് കൂടുതൽ. ഇതിപ്പോൾ ഒരു ആക്സിഡന്റ് പറ്റിയതിൻ്റെതാണ്. ഇത് നല്ല രസമുള്ള ഒരു മാലയായിരുന്നു. ഇത് ഒരു തവണ ഞാൻ ഇവിടുത്തെ ഒരു ഓണപരിപാടിക്ക് എൻ്റെ സെറ്റ് സാരികളെല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനത്തെ ഒരു വേഷത്തിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ മാല. പക്ഷെ ഇപ്പോൾ എടുക്കുന്നുണ്ടല്ലേ വീണിട്ട് ഇവിടുത്തെ 2 ഇത് പൊട്ടി കണ്ടോ. പക്ഷെ അത്ര അധികം അറിയില്ല തോന്നുന്നു ഇടുമ്പോൾ. അറിയോ? ഇല്ലല്ലോ. അങ്ങനെ എല്ലാം നമ്മൾ ഒരേപോലത്തെ ഇങ്ങനത്തെ പ്ലാസ്റ്റിക് പാക്കറ്റ്സൊക്കെ ആക്കിയിട്ടോ. ഇനി ഇതെല്ലാം ഒന്നെടുത്ത് പുറത്ത് വെച്ച് ഇതിൻ്റെ അകവും തുടച്ച് ഇതിനുള്ളൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. വിഷ്ണുവിന്റെ ജോലി ഏകദേശം തീർന്നു എന്നാ പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ പോയിട്ട് ഇനി കുറച്ച് ഫാമിലി ടൈം എടുക്കട്ടെ. യുവിനെ ഒന്ന് കുളിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് കുറച്ചു നേരം കളിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഒരു 6-6 ആകുമ്പോൾ അവന് ഉറക്കിയതിന് ശേഷം ബാക്കി ഈ കാണുന്നത് ഞാൻ ക്ലീൻ ചെയ്യും. അത് പറഞ്ഞപ്പോഴാ ഇന്നാളൊരു വീഡിയോയിലൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു ഓരോരുത്തർ ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ ഓരോ രീതി ആയിരിക്കുമല്ലോ. എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ക്ലീൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ ക്ലീൻ ചെയ്യുന്ന ഭാഗം അങ്ങോട്ട് വൃത്തിയാക്കിയിട്ട് ബാക്കി ഭാഗം അങ്ങോട്ട് വൃത്തികേടാക്കും. എന്നിട്ടാണ് പിന്നെ ഞങ്ങൾക്ക് ക്ലീൻ ചെയ്യാന്ന്. അപ്പൊ ഏതോ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അത് വിഷ്ണു ക്ലീൻ ചെയ്യോണ്ടാണെന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. വിഷ്ണു കിച്ചണൊക്കെ ക്ലീൻ ചെയ്യുന്നല്ലാതെ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഞാൻ വല്ലാതെ ചോദിച്ചു കഴിഞ്ഞാണ് വിഷ്ണു ക്ലീൻ ചെയ്യാൻ വരുള്ളൂ. അല്ലെങ്കിൽ ഇതൊക്കെ ഗസ്റ്റ് പോയതിനു ശേഷം ഞാൻ തന്നെ എടുത്ത് കഴുകി വെക്കുന്ന അവസ്ഥയാണ്. അതൊക്കെ ഞാൻ തന്നെയാണ് ക്ലീൻ ചെയ്യാറ്. നിങ്ങൾ ക്രിക്കറ്റിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടാവും. വിഷ്ണു അപ്പുറത്തെ റൂമിൽ ഇരിക്കുന്നുണ്ടോ. നമുക്കിനി ബാക്കി എടുത്തു വെക്കണതിന്റെ മുന്നേ ഞാൻ ആദ്യം ഈ പരത്തിയിട്ട സംഗതികളൊക്കെ ഒന്ന് വേസ്റ്റിക്കുള്ളത് വേസ്റ്റിക്ക് ആക്കി വെക്കട്ടെ. ഇപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല എന്താണ് ആവശ്യമുള്ളത് എന്താണ് ആവശ്യമില്ലാത്തത് എന്നൊന്നും. അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റി വെക്കാം. ഈ പരിപാടി തുടങ്ങുമ്പോഴേ നല്ല ഉഷാറായിരുന്നല്ലോ. തീരാനെ നോക്കി നമുക്ക് വേണ്ടായിരുന്നു തോന്നില്ലേ. അങ്ങനെയായിട്ടുണ്ട്. അവന്റെ ഉറക്കത്തിന്റെ സമയം കുറച്ച് തെറ്റിയിട്ടുണ്ട്. അപ്പൊ പെട്ടെന്നൊന്ന് അങ്ങനെ ഫൈനലി നമ്മൾ തീർത്തു. ഇവിടെ ഞാൻ എൻ്റെ ബ്രേസ്ലെറ്റ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള 2 ബോക്സ് ഇല്ലേ അത് നമ്മുടെ കമ്മലുകളെല്ലാം ഓർഗനൈസ് ചെയ്ത് വെച്ചതാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ സംഗതികളും നമ്മൾ കൃത്യമായി വെച്ചു. നേരത്തെ ഓർഡറൊക്കെ ഞാൻ പറഞ്ഞല്ലോ അതേപോലെ തന്നെ. പിന്നെ അത് ഈ കാണുന്ന ഇതുണ്ടല്ലോ, ഇത് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ കുഞ്ഞു തിന്നായിട്ടുള്ള മാലകൾ ഉണ്ടായിരിക്കില്ലേ, അത് ഞാൻ അവിടെ വെച്ചു. പിന്നെ ഇതിൻ്റെ അകത്ത് ബാക്കി എല്ലാ മാലകളും അങ്ങനത്തെ സംഗതികളെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചു. പിന്നെ ഇവിടെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ബാക്കി വളകളും അങ്ങനത്തെ എല്ലാം അവിടെയും വെച്ചു. ഇത്ര നേരം എടുക്കേണ്ട ഒരു പണിയൊന്നും അല്ല കേട്ടോ. ഒരു 2-2.5 മണിക്കൂർ മാക്സിമം. പക്ഷെ ഇതിനിടയിൽ നമ്മൾ ഒരുപാട് കാര്യം ചെയ്യാൻ വേണ്ടി പോയില്ലേ. ഒന്ന് നമ്മൾ ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി പോയി. ഇടയിൽ അപ്പോഴും ഇപ്പോഴൊക്കെ ആയിട്ട് കുറേ തവണ ഇവിടെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ വിഷ്ണുവിന്റെ ജോലി കഴിഞ്ഞതും ഞാനും തൽക്കാലം ഇത് നിർത്തി കുറച്ചു നേരം നമ്മൾ ഫാമിലി ടൈമിന് വേണ്ടി പോയി. അങ്ങനെ യുവിനെ കുളിപ്പിച്ച് ഫുഡ് കൊടുത്ത് ഉറക്കിയതിന് ശേഷമാണ് വീണ്ടും ഞാനത് കണ്ടിന്യൂ ചെയ്യുന്നത്. അങ്ങനെയാണ് ഇത് നീണ്ട് ഒരു അനന്തം അജ്ഞാതം പ്രോസസ്സായി തീർന്നത്. പക്ഷെ ഇത്രയായി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിക്കുകയായിരുന്നു നമ്മൾ തുടക്കത്തിൽ ഒരു 3 ഗിഫ്റ്റ് പറഞ്ഞു എന്നുണ്ടെങ്കിലും ഇപ്പോൾ എനിക്കൊരു ആഗ്രഹം ഒന്നും കൂടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഇത്രയും നേരം നമ്മുടെ വീഡിയോ കണ്ട ആൾക്കാർ എല്ലാവരും ഇപ്പോൾ ഇതുവരെ എത്തണമെന്നില്ലല്ലോ. അധികം ആൾക്കാരും ചിലപ്പോൾ സ്കിപ്പ് ചെയ്ത് പോയേക്കാം, കാണാതിരുന്നേക്കാം. പക്ഷെ ഇതുവരെ എത്തിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്ന ഒരാൾക്കും കൂടെ എൻ്റെ ഭാഗത്തുനിന്നൊരു ഗിഫ്റ്റായിട്ട് നമുക്ക് ഇങ്ങനെ ഓർണമെന്റ്സ് അല്ലെങ്കിൽ ജ്വല്ലറി ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഓർഗനൈസിങ് ബോക്സസ് എൻ്റെ ഭാഗത്തുനിന്നൊരു ഗിഫ്റ്റായിട്ട് ഞാൻ അയക്കും. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ 4 ആൾക്കാരായിരിക്കും സെലക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ ധാവണി സെറ്റ് 3 പേർക്കും, ഒരാൾക്ക് ഈ ഒരു ഓർഗനൈസിങ് സെറ്റും.
ഇതെനിക്ക് പെട്ടെന്ന് തോന്നിയതായിരുന്നു കേട്ടോ. കാരണം ഞാൻ എപ്പോഴും ഓർഗനൈസിങ്ങിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്ന ആളാണ്. കുറേ ഓർഗനൈസിങ് ബോക്സസും കാര്യങ്ങളൊക്കെ കാണിക്കാറുണ്ട്, എവിടുന്നാണ് നിങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനൊരു സമ്മാനം കൂടെ എൻ്റെ ഭാഗത്ത് നിന്ന് ഇരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ആ ഒരു ഇതും കൂടെ ഞാൻ ഇതിനോട് ആഡ് ചെയ്യുന്നു. ഇനി ഓവർ വർത്താനം പറഞ്ഞ് ചടപ്പിക്കുന്നില്ല. ഞാനും മെല്ലെ താഴെ പോട്ടെ. യു ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് ഫ്രൈഡേ ആണല്ലോ, അപ്പം നമുക്ക് മെല്ലെ ഒരു വീക്കെൻഡ് ഒരു പടമൊക്കെ കണ്ട് അവസാനിപ്പിക്കാം. അടുത്തായി നമുക്ക് ഈ മുകളിൽ കാണുന്ന എൻ്റെ ബാഗുകൾ നമുക്ക് ഓർഗനൈസ് ചെയ്യാം കേട്ടോ. അന്നും ഇതേപോലെ സർപ്രൈസ് ആയിട്ട് ഞാൻ 1-2 കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി. ടാറ്റാ. വിഷ് നിങ്ങൾ വരും. നിങ്ങൾക്ക് അറിയാത്തൊരു റൊമാൻറ്റിക് സൈഡ് ഉണ്ട് വിഷ്ണുവിന്. ഇപ്പൊ അത് അറിയിട്ടോ? ഓർമ്മയില്ല? ഞാനാരേ വളരെ ഭദ്രമായിട്ട് ഓർമ്മയ്ക്ക് വേണ്ടി എടുത്ത് വെച്ചായിരുന്നു ഇത്. ഇതെന്താ നമ്മള് മുകളിൽ പോയി പഠിച്ച് പറഞ്ഞിട്ട് എടുത്ത് ജോലി എടുത്താൽ മതി. ആലോചിച്ചിട്ട് വരൂ. കാണും. പറയൂ, ആലോചിക്കൂ. വൈകുന്നേരം പോയി പറഞ്ഞാൽ മതി. 4 മണി. ഇല്ലല്ല, പറയില്ല. ഇല്ല, ഇതെന്താന്ന് അറിയാതെ വിങ്ങി ഉരുകി താൻ ഇങ്ങനെ ജീവിക്കണം. അതാണ് എനിക്കിനി വേണ്ടത്. വിഷ്ണു, ഇതായിട്ട് എന്നെക്കാ ബന്ധം തനിക്കാ. കാരണം എന്ത് കേട്ടിട്ടില്ല, ഒരു തവണ തൊട്ടിട്ടുള്ളൂ. എന്നാ വേണ്ട. ഇതെന്താണെന്ന് മനസ്സിലാവാതെ വിങ്ങി ഉരുകി. ചുമ്മാട്ടോ, ഒന്നുമില്ല, വെറുതെ നാക്കാന്ന് വിചാരിച്ചോ. വരുമോ? ഇങ്ങോട്ട് വരൂ. ഇങ്ങോട്ട് സ്നേഹത്തിലൊരു സാധനം കാണിക്കുമ്പോ മാറി മാറി പോവാ. ഇതേതൊന്നും എനിക്ക് ഓർമ്മയില്ലാന്നുണ്ടെങ്കിൽ എനിക്ക് അടുത്ത 2 വാക്ക് ചോദിക്കാണ്ട്. ഏതാ മാല? വിഷ്ണു, എല്ലാം താൻ ഏറ്റെടുക്കണം എന്നില്ല. ഇതിനായിട്ട് തനിക്ക് വലിയ ബന്ധമൊന്നുമില്ല. ഈ കമ്മലിനായിട്ട് തനിക്ക് ബന്ധമുണ്ട്. ഡൽഹി പോയി അവിടുന്ന് വിഷ്ണു റൊമാൻറ്റിക് ആയിട്ട് എനിക്ക് ഓർമ്മ വരില്ലല്ലോ. ഇവിടെ താൻ വാങ്ങിയത് വിഷ്ണു ഉണ്ട്. താൻ അന്ന് വിസയുടെ കാര്യം റെഡിയാക്കാൻ വേണ്ടി പോയി കഴിഞ്ഞപ്പോ പ്രിയവല്യമ്മേനെയും കൂട്ടി പോയിട്ട് ഇപ്പൊ പോയി എന്തായാലും വാങ്ങിക്കാൻ നിക്കറിയാം. അന്ന് വാങ്ങിയായിരുന്നു.